പൈസ പപ്പാക്ക് അല്ല ഇപ്പൊ തരാം തന്നറ് നിന്റെ ഇല്ലേ ചില്ലറ നിന്റെ ഇല്ലേ ചില്ലറ അരമണിക്കൂറായി ഒരു മണിക്കൂറായി. എന്തിനാ പോ നീ പോ ഷൂവിന്റെ ഉറവിടം കണ്ടെത്തി. ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്ത്ര വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളിന്ന് മിനിഞ്ഞാന്ന് നമ്മൾ പോയിട്ട് ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഒരു ട്രാപ്പേ ഒന്നാമത്തെ കാര്യം വയ്യ, ഉറക്കം ശരിയായിട്ടില്ല. എന്നടാ ഇത് നമ്മൾ കുടിക്കാൻ വെച്ചതല്ല കേട്ടാ. വണ്ടി പോകുമ്പോ ഇവര് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടിയിരുന്നു പിള്ളേർക്ക്. ഇല്ലെങ്കിൽ സാധാരണ ഒരു റെഡ് ബോട്ടിൽ ഉണ്ട്, കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടിട്ടുണ്ട്, അത് എടുക്കല് മറന്നുപോയി. പിന്നെ എന്റെ പൊന്നു സഹാക്കളെ വയ്യ എനിക്ക്, അതാണ് സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഒരു ക്ഷീണം പോലെ. ഇവർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നല്ലോ, ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോ ഇന്ന് നമ്മൾ പോയിട്ട് റിസുമാക്കൊരു ഡ്രസ്സ് നോക്കാം. ഇവള് ഇന്നലെ എന്നെ വിട്ടിട്ട് ഇവള് പോയി, ഇവളെ ഉമ്മാനെയും കൊണ്ട് 2 ദിവസം പോയി ഇവര്. ഒരു തേങ്ങയില്ലേ, പോയി നോക്കി വന്നല്ലാതെ എടുത്തിട്ടില്ല. അപ്പൊ ഇന്നെന്തായാലും ഞാൻ ഇവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിലും ഞാൻ എടുക്കൂട്ടാ. കാരണം എന്ത് വട്ടാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ ഇത്രയും പണിയാ. പോയിട്ട് നോക്കിയിട്ട് അല്ല എന്താ ഒരു കാരണം പറഞ്ഞ എന്താണെന്നറിയോ, ഒരു കടയിൽ പോയല്ലോ, അപ്പൊ അവിടുത്തെ സ്റ്റാഫുകള് ഇതെടുത്തു എന്ന് പറയുമ്പോ ഏതെടുക്കണമെന്ന് അവള് കൺഫ്യൂസ് ആയല്ലോ, അതുകൊണ്ട് വിട്ടിട്ട് വന്നല്ല. പിന്നെ ഏതവിടെ പോയപ്പോ കറണ്ട് ഇല്ലല്ലോ, ചൂട്, എന്തെല്ലാം റീസണാ പറയുന്നത്, എനിക്കൊരു പിടിയില്ല. എന്തായാലും ഇനി റീസൺ ഇല്ല, ഇനി നമ്മള് പോവാ എടുക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ വണ്ടി ഇത് ഉപ്പളയിലേക്ക് വിടാണ്, നമ്മള് പോകുന്നു, റിസുമാക്ക് ഡ്രസ്സ് എടുക്കുന്നു, നല്ല അടിപൊളിയായിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ളത്, ഞാൻ ഇവരെയും കൊണ്ടുപോയിട്ട് എടുക്കുന്ന എപ്പോന്ന് വെച്ചിട്ടാ, ഇന്നൊന്നാമത് വയ്യ. ഇനിയിപ്പോ പറ്റുവാണെങ്കിൽ ഉറങ്ങി എണീറ്റ് രാത്രിയിൽ പോയിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പൊ മച്ചാമാരെ, നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരോടും സ്നേഹത്തോടെ മുന്നോട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഉപ്പളെത്തിട്ടോ. എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരുപാട് മാറിയിരിക്കുന്നു. കാരണം പഴയതുപോലെയല്ല, സിറ്റിയിലൊന്നും ആളെ കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാൻ ദിവസവും പോകുന്നതാ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടൊരു കടയിൽ കയറി, അവിടെ നിന്ന് ഡ്രസ്സൊക്കെ കുറച്ച് നോക്കിട്ടോ. ഫാന് കാണുമ്പോ എന്താണ് ഫാൻ കാണുമ്പോ? അങ്ങനെ റിസു തലങ്ങും വിലങ്ങും കുറെ ഡ്രസ്സ് നോക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ താഴെ ഇറങ്ങി തൊട്ടടുത്തൊരു ചെരുപ്പ് കടയിൽ കയറി. ഉമ്മക്കൊരു ചെരുപ്പ് വേണമായിരുന്നു. അങ്ങനെ അതും എടുത്ത് നേരെ ചെന്നതൊരു ഫുട്പാത്തിലുള്ള കടയിലാണ്. എനിക്ക് നാളെ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, അപ്പൊ അതിന് വേണ്ട ഒരു മിററിന്റെ ആവശ്യത്തിനാണ് ഇവിടെ വന്നത്. പൈസ പപ്പാക്ക് അല്ല ഇപ്പൊ തരാം തന്നറ് നിന്റെ ഇല്ലേ ചില്ലറ, നിന്റെ ഇല്ലേ ചില്ലറ കൊടു ചാൻഡൽ കൊടു. 50 ചില്ലറ ഉണ്ടാവല്ലേ, 50 ഉണ്ടാവല്ലേ, 50 ചില്ലറ ഉണ്ടാവല്ലേ. എന്ത് അവിടെ നിന്ന് നരച്ചുന്നത് ഫ്ലോറയിലാട്ടോ. ഇവിടെ ചെന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ റിസുമാന്റെ സ്ഥിരം പണി തുടങ്ങി. 1, 2, 3 അതങ്ങനെ 10 ഒരുപാട് ഡ്രസ്സുകൾ ഇട്ട് നോക്കി, കണ്ടു നോക്കി. എന്തിനാ താക്കി ആവാ അങ്ങനെ കയറാനാവാ. ഇരിക്കുന്നേരാ ഏടെ ഭയങ്കര ഈ കുത്തക്കേട് വിടാലല്ലേ അല്ലേ നോക്കിയാ. പിന്നെന്ത് പ്രശ്നമുള്ളതെന്ന്
നിസ്സാൻ എങ്ങനെങ്കിലും കറങ്ങി തിരിച്ചിട്ട് വന്നോളൂ, ഞാൻ ഇനി പേടിക്കണ്ട. അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള GG7 കയറിയിട്ട് എനിക്ക് ഡ്രസ് ഉണ്ടോ എന്ന് നോക്കി. ഗേൾസിന് അരമണിക്കൂർ 1 മണിക്കൂറും ചെല്ലണം. അപ്പൊ ബോയ്സിന്റെ കഥ നോക്ക എത്ര മിനിറ്റ്. ഒരു ഡ്രസ് വിട്ടിട്ടുണ്ട്. അത് വേണ്ട, നീ അതില് ഫസ്റ്റ് ഇട്ടേല് അല്ലല്ലോ ഒന്നതെടുത്ത് അരമണിക്കൂറായി. 1 മണിക്കൂറായി. നല്ലുണ്ട് നല്ല സാധനം. എങ്ങനെ പോയതല്ലോ. നീ എടുത്തോ. വേറെ കുറച്ചിട്ടുണ്ടോ? നീടെ പോയിരുന്നു. ആ പാപ്പാ എന്റെ ഇക്കൊല്ലം കൊണ്ടുപോയത് GG7 ഉപ്പളത്തിൽ. അടിപൊളി കളക്ഷനും. ഞാൻ ഒന്നുപോലെ എടുക്കാനല്ല വന്ന, അപ്പുറത്ത് ഫ്ലോറാക്കി വന്ന. ഇതിപ്പോ ഇവിടെ വന്നിട്ട് 3 ഷർട്ടുമായി 2 പാന്റുമായി. അപ്പൊ ഇക്കൊല്ലം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാത്തവരുണ്ടെങ്കിലും നേരെ വിട്ടോട്ടാ GG7 നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. ഉള്ളത് പറയാലോ, എന്റെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. നാല് മണിക്കൂറാക്കിയാലാ. 4 മണിക്കൂർ ആയാലും എന്ത് കുഴപ്പം? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സത്യം പറയാലോ, ഞാനിത് ഇതൊന്നല്ല കേട്ടാ, ആഡൊന്നല്ല. എന്റെ ബ്ലോഗ് അറിയാലോ, ഞാൻ അപ്പുറത്ത് ഫ്ലോറയിൽ പോയതാ സാധനം എടുക്കാൻ വേണ്ടി. അത് കുറെ പണിയില്ല. എനിക്ക് ഒന്ന് സൗണ്ട് കുറച്ച ഇതെന്നാ ഫയർ ബോസ് ബാക്കിയായ കാരണം ബാക്കിയാന്ന് തോന്നടാ. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ സംഭവം പറയാം. ഫ്ലോറ ഇവള് ഡ്രസ്സ് എടുക്കാൻ 1-2 കടയിൽ കയറി, അവസാനം ഫ്ലോറയിൽ കയറി. അതിനിടയിൽ ഉമ്മാക്ക് ചെരുപ്പെടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാൻ നിൽക്കുമ്പോ ഇവള് പറഞ്ഞു, ചുമ്മാ ഒരു ഷർട്ട് എന്തെങ്കിലും നീ നോക്ക്, ഇപ്പൊ വേറൊരു ദിവസം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ നേരെ എപ്പോ GG7 കയറുന്നത്. തൊട്ടടുത്തായതുകൊണ്ട് ഫ്ലോറയുടെ. പക്ഷെ അവിടെ കയറിയപ്പോ കുഴപ്പമില്ല കേട്ടോ, അത് എനിക്ക് അടിപൊളിയായി. പിന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റേറ്റ് ആണ് എനിക്ക് തന്നത്. ഫിക്സഡ് റേറ്റ് ആണ്, പക്ഷെ എനിക്ക് പിന്നീടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ അതിന്റെ കൂടെ ഈ മോതിരയില്ലേ, ഇത് ഫ്രീ ആയിട്ട് തന്നതാ. ഫ്രീ ആയിട്ട് എന്ന് വെച്ചാല് ഞാനത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാനത് ഇതിന്റെ റേറ്റ് എത്രയാന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് മറ്റേതിന്റെ ബില്ലൊക്കെ എടുത്തതിന് ശേഷം പോകാൻ നേരത്തെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇതെടുക്കാൻ. ഞാൻ നോക്കിയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് വന്നതാ. അപ്പൊ പോകുന്ന നേരത്ത് ഇത് എനിക്ക് അവര് ഓർമ്മിപ്പിച്ചിട്ട് എന്റെ കയ്യിലിട്ട് തന്നു, ഇതെടുത്തോ. ഞാൻ പറഞ്ഞു ഇതിന്റെ പേയ്മെന്റ് അല്ല കുഴപ്പമില്ല, ഇത് ഞങ്ങൾ സ്നേഹത്തോടെ തരുവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒന്നുകൂടി എന്തോ ആ ഷോപ്പിനോട് കുറച്ചുകൂടി ആത്മാർത്ഥത തോന്നി. പിന്നെ അത്യാവശ്യം ബോയ്സിന് കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സും ഉണ്ട്. ഞങ്ങൾ പിന്നെ ഓൾറെഡി എടുത്തോണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്റെ ആവശ്യം വന്നിട്ടില്ല. കുഞ്ഞുങ്ങൾക്കുള്ള നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു പോയി. പിന്നെ ഞങ്ങൾ എടുത്ത അടിപൊളിയായതുകൊണ്ട് കുഴപ്പമില്ല. ക്ലബ് 40 അതൊന്നും നേരെ വെച്ച ക്ലബ് 40 കാസർഗോഡ് അതും അയ്യോ കുഴപ്പമില്ലാത്ത ഡ്രസ്സാണ്. പിന്നെ അത് പിന്നെ വേറൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. എന്തായാലും പെരുന്നാളിന് മാത്രമല്ല, അത്യാവശ്യം ഫംഗ്ഷന് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടല്ലോ. ഇനി ഇപ്പോഴാണ് വരുമ്പോ ആദ്യം ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് മേ ബി ഈ GG7 ആയിരിക്കും. വേറൊന്നല്ല, ഇപ്പൊ ഇന്ന് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം നാളെ 27 നോമ്പാണ്. അപ്പൊ അതിന്റെ കുറെ വീട്ടിലൊരുക്കങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്റെ വീടിന്റെ ഫ്രെയിം ബ്യൂട്ടി ഇല്ല. നിങ്ങൾക്ക് അറിയാലോ, എന്റെ വീടിന് ഫ്രെയിം ബ്യൂട്ടി ഇല്ല.
അതുകൊണ്ടാണ് ഞാൻ ഇൻഡോർ ഐറ്റംസ് എടുക്കാത്തത്. അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യായിരുന്നു, പക്ഷെ അതിനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ച്. എത്രയായാലും ആ ഒരു ഗ്രെയിൻസും പിന്നെ ഈ ഒരു ഒരു നീറ്റുള്ള ഫ്രെയിം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീടിന്റെ ഒരു സംഭവങ്ങൾ ഞാൻ മാക്സിമം കുറക്കുന്നതും പുറത്തുള്ള സംഭവങ്ങൾ ഇടുന്നതും. പിന്നെ കുഴപ്പമില്ല, മാഷാ അല്ലാ, നമ്മൾ അത്യാവശ്യ ദിവസമൊക്കെ വീടിന്റെ പുറത്താണല്ലോ. പണി കുറച്ച് ബാക്കി ആ വീട് പണി കുറച്ച് പെൻഡിങ് ആയിപ്പോയി, അതാണ്. അത് പെട്ടെന്ന് പെങ്ങടെ കല്യാണത്തിന്റെ 10 ദിവസം ബാക്കി നിൽക്കുകയാണ്. ഏറെക്കുറെ കുറെ പണികൾ തീർത്തത്. അങ്ങനെ അവിടെ കിടന്നു. ആ കിടത്തും പിന്നെ അനങ്ങിയിട്ടില്ല. അത് അറിയാലോ, വണ്ടിയുണ്ട്, അറിയാലോ. ഒരു പണി എടുക്കുമ്പോ എടുത്തു എന്നാണ്, പിന്നെ അത് പെൻഡിങ്ങിന് ഇട്ട് അത് അവിടെ കിടക്കും. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഇൻഷാ അല്ലാ നമ്മളെ വീട് മാറാൻ പോവാ. അപ്പൊ പുതിയൊരു വീട് വരുമ്പോ അതിനൊത്ത ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇൻഷാ അല്ലാ. അതൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാം. പിന്നൊന്നില്ല കേട്ടാ, അതിന് എടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് പെരുന്നാളിന് കാണാം. പെരുന്നാളിന്റെ അന്ന് ഇവരൊക്കെ പൊളിയായിരിക്കും അല്ലേ. ഞാൻ പിന്നെ നമ്മളെപ്പോഴും ഇടുന്ന കണ്ടിട്ടില്ലേ, കുറച്ച് ലൂസ് ഫിറ്റ്, ഏതെങ്കിലും ചെറിയ ബാഗി, അതൊക്കെ തന്നെ. പെണ്ണുങ്ങൾക്കല്ലേ വെറൈറ്റീസ് ഉള്ള സൂപ്പർ ബാഗി എന്ന് പറഞ്ഞ എന്റെ പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഇംതിയാസ് ചോദിക്കായിരുന്നു, എന്തെന്ന് പറയണ്ടേ ഇത് ചാക്കോന്ന്. കാരണം അലക്കാൻ ഇട്ടാലുണ്ടല്ല, അയലിന്റെ പകുതി ഭാഗവും ഇല്ല ഈ ബാഗി പാന്റ് ഇടാൻ വേണോ, അതിങ്ങനെ ചാക്ക് പോലെ ഇല്ലേ, വലിയൊരു കഷ്ണമായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ജെൻസിന്റെ ഫാഷൻസ് അല്ലേ. ഇപ്രാവശ്യം ഇവളെടുത്തത് അനാർക്കലിയാണല്ലോ അല്ലെ. ഇപ്പൊ നാട്ടില് കളിക്കുന്ന സാധനം അനാർക്കലി എന്നാ പറഞ്ഞത്, എനിക്കറിയില്ല. ഞാൻ ഈ പെണ്ണുങ്ങൾ ഓക്കെ. അപ്പൊ പിള്ളേർക്ക് വിശക്കുന്നുണ്ടോ, എന്തേലും കഴിക്കാൻ കൊടുക്കട്ടെ. ഓൻക്ക് എടുത്തിട്ട് വന്നാ കടയിൽ പോയിട്ട് ഓന് ഇതന്നെ വേണാല. 60 ഉറുപ്പ അറിയോ. കുടിക്കട്ടെ, അവന്റെ ആഗ്രഹമല്ലേ. 65 5 ഉറുപ്പ ഡിസ്കൗണ്ട്. എപ്പാ ഏത് ഓഫർ അപ്പോ. കുടിക്കട്ടാ. ഇതെന്ത് തേങ്ങയാ, എന്തിത്, ബ്ലൂബെറി. പൊടിക്കടാ, പപ്പ കുടിക്കുന്ന എന്നാ. ഓ നമ്മ നോമ്പ് ഉറക്കോളെ ഇനിയിപ്പൊ ഈനെന്നെ നോക്കിയിരിക്കുന്നു. എത്ര തുണിപ്പാങ്ങാനുണ്ട്, അമ്മക്ക് കൊറേ തുണിപ്പാങ്ങാവാനുണ്ടായി, അതെയാ, കറി വെക്കാനുണ്ടായി. എന്റെ സഹോദരങ്ങളെ ഞാനൊരു കാര്യം പറയാം. ഞാൻ വീഡിയോ ഇപ്പൊ ഇടുമ്പോ കുറച്ച് എന്ത് എന്ത് ഒന്നും പറഞ്ഞിട്ടാ നീ. നിന്റെ കച്ചറ സ്വഭാവമല്ല എന്റെ പ്രേക്ഷകർക്ക് അറിയാം. സോറി, നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം. അപ്പൊ എന്റെ ഫ്രണ്ട്സ്, ഞാനിപ്പോ വീഡിയോ ഇടുമ്പോ ചെറിയൊരു കുറവ്, അതായത് ഷോർട്സ് അല്ല ഞാൻ ഇടുന്നത്, നിർത്തിയേക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാല് ഷോർട്സ് ഇടാത്തത് കൊണ്ടല്ല, എന്റെ മോണിറ്റൈസേഷന്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഞാൻ ആഡ്സെൻസ് കൊടുത്തത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ആയിപ്പോയി, ബിസിനസ് അക്കൗണ്ട് ആയിപ്പോയി. അപ്പൊ അത് ഇൻഡിവിജ്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. അത് ഇൻ പ്രോഗ്രസ്സിലാണ് ഉള്ളത്. അത് റെഡി ആവുമോ എന്ന് എനിക്കറിയില്ല. റെഡി ആയില്ലെങ്കിൽ ഈ പരിപാടിയും പൂട്ടിക്കെട്ടി ഞാൻ പോവാണ്. കാരണമൊന്നുമില്ല, അത് തന്നെ. റെഡി ആയാൽ ഇൻഷാ അല്ലാ തുടർന്ന് ഞാൻ കണ്ടിന്യൂ. കാരണം ഇപ്പൊ ഞാൻ ഈ ഇടുന്ന വീഡിയോസിനൊന്നും എനിക്ക് പൈസ കിട്ടൂല. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് എനിക്ക് ഈ വീഡിയോസിനൊന്നും ഒരു പൈസയും കിട്ടൂല. വെറുതെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഇടുന്നത് ഓക്കെ, അത് നമ്മൾ അതിന്റെ ഒരു കരുതൽ. ഇപ്പൊ ഞാൻ ഒരു കാര്യമില്ലാതെ വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല 5-6 ദിവസമായി ഈ ഒടുക്കത്തെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും പോളിസിയും. അയ്യോ, ഒടുക്കത്തെ അല്ല, യൂട്യൂബ് നമ്മളെ കഞ്ഞിയല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്തെല്ലാം സംഭവിക്കും. ഇനി എന്റെ ആഡ്സെൻസ് എന്റെ പേരിൽ ഓക്കെ ആവുന്നു. ഓക്കെ ആയില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യും ഇവളെ പേരില്. ഓക്കെ ആവാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല, സെറ്റ് ആവും. ആയില്ലെങ്കിലുള്ള സംഭവം പറയാം ഇൻഷാ അല്ലാ. എന്റെ സോപ്പ്, അത് സമൂസ, മറ്റേത് ലസ്സി. അങ്ങനെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ കോട്ടയും കഴിഞ്ഞിട്ടില്ല, നോക്കാം വീട്ടിലെത്തുമ്പോ പരിപാടി.
ഇത് കറി എന്തായിരിക്കും അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇനി പെരുന്നാൾ അടുപ്പിച്ച്. അതേപോലെ ഗായ്സ്, എന്റെ ഒരു ആൽബത്തിന്റെ ഷൂട്ട് ഉണ്ട് നാളെ. നാളെ എന്റെ ചാനലിൽ വരുന്ന റൂഹ് എന്ന് പറയുന്ന ആൽബം എന്റെ ചാനലിൽ ആദ്യത്തെ ആൽബമാണ് ഗായ്സ്. അപ്പോൾ റൂഹിന്റെ ഷൂട്ടാണ് നാളെ. നമുക്ക് എന്തായാലും ഇതൊന്നും ഒരു മണം ഓയിലിന്റെ. അപ്പൊ ആ ഷൂട്ടിംഗ് വീഡിയോസ് ഞാൻ ഇടും കേട്ടോ. നിങ്ങളെല്ലാവരും കൊട്ടൊക്കെ നിൽക്കണോ. എന്റെ ഒരു കല്യാണം വരാണ്ട്. കല്യാണം എന്നല്ല, ഇത് വേറെ തന്നെ ആൽബം, അത് വേറെ തന്നെ ആൽബം. ഓക്കെ. വരുന്ന വഴിക്കൊരു പാമ്പ് ഇട്ടാ. ഇതെന്താ അടിച്ചതാണോ അല്ല ഇതിങ്ങനെ ഇവിടെ ഡീജെ കളിക്കാണോ എന്ന് അറിഞ്ഞൂടാ. എന്താ സംഭവം നമ്മളെന്തായാലും പോവാ. അത് പാമ്പ് എന്നില്ലെങ്കിൽ എന്താക്കുന്ന കല്ലടിയില് പേടിയാന്നാ. അതാണ് പാമ്പ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ചെല്ലുന്നില്ലേ രാത്രി. കുത്തിയാ കേറിയാ പാമ്പ് എന്തെന്ന് അറിഞ്ഞൂടാ. പണ്ടാരം മറ്റേ ഹെഡ്ഫോൺ വെച്ചവനാണെങ്കിൽ പറയാനുണ്ടാ. നിനക്ക് പേടിയാന്നോ? അതെല്ലാം ഉണ്ട്. എമ്മയെല്ലാം ഉള്ളത് വന്യമൃഗങ്ങളുള്ള കാട്ടിലല്ലേ, പിന്നെ നമ്മെന്ത് പേടിക്കുന്നേ? ഉണ്ടാണാ? ഇല്ല. നീ കയ്യിലെ കടന്നിട്ട് വന്ന ചെറിയല്ല വലിയൊരു പണി കിട്ടി പണ്ടാരം. ഓ ഷൂ ഉണ്ടല്ലോ പുറത്ത് ഉണക്കാനിട്ട് പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോ പടച്ച വള്ളി, ഒരു ഷൂ കാണുന്നുണ്ട്, ഒരു ഷൂ കാണുന്നില്ല. എന്ത് മനുഷ്യരാ, അല്ല എന്ത് നായ്ക്കളാ. ഏതോ ഒരു പട്ടിയുടെ മാൻ അത് എടുത്തോണ്ട് പോയി. എടാ നീ ഇതെങ്ങോട്ട് വാ വാ. ഉണ്ടോ റിസു? അപ്പൊ അത് പോയി. പട്ടിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പെരുന്നാളല്ലേ, പുതിയ ഷൂ ഒക്കെ ഇറക്കും. അപ്പൊ പഴയത് നമ്മൾ കൊണ്ടുപോയി കടിക്കാന്ന് വിചാരിച്ചാണ്. ഞാനും പട്ടിയും തമ്മിൽ വലിയ ബന്ധമാണ്. കാരണം എനിക്ക് തോന്നുന്നു വീട്ടിലെ മാത്രമല്ല, ടോട്ടലി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഒരു ദിവസം എവിടെയോ പോയി പള്ളിയിൽ പോയിട്ട്, പടച്ചവനാണ്, പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷൂ ഇല്ല. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നൊരു അവസ്ഥയുണ്ട്. എൻ്റെ പൊന്നെ, ഒറ്റക്ക് കിടക്കുന്നുണ്ടോ? നീ പോ ഷൂവിന്റെ ഉറവിടം കണ്ടെത്തി. ഇനി അത് 5 പൈസക്കുണ്ടാവൂല. അതെന്തിനാ? ഫോറൻസിക്കിനെ നോക്കാൻ പോന്ന യജ്ജാതി നായ്ക്കളാ. ഇങ്ങനെയുണ്ടോ നായ്ക്കള്? പപ്പാന്റെ ഷൂ നിനക്കാണെന്ന് അങ്ങനെ. എടിയേ, നീ കാലിന്റെ അടി നോക്കിട്ട് പോ. ഇതാനോ ഇങ്ങ പോര്. അത് ആപ്പ എടുത്തിട്ട് വരും. ബാ ഇങ്ങ പോര്. എന്തായി? പാൽനിലാവം വിളിവാവേ എന്നെ നീയോർക്കരുതേ, ഇനി നിന്റെ കനവിൽ പോലും എന്നെ നീ കാണരുതേ. അത് ഇനി എന്തിനു കൊല്ലാൻ? ഞാന് സംഭവം അതിന്റെ കളറ് ഒന്ന് റെഡി ആവാനുണ്ട്. പക്ഷെ ഉണ്ടല്ല, 1000 സംതിങ് കൊടുത്ത സാധനം അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. എന്തിരാ നീ തന്നെ ചിരിക്കുന്ന? വെറുതെ ചിരിക്കുന്ന? നോക്കണം അതിന്റെ ഗതി എന്ന് നോക്കട്ടെ. അതൊന്നല്ല, അത് കൊണ്ടാൻ കാരണം എന്തെന്നറിയോ? ഷൂട്ടിങ്ങിലിട്ട് വന്നിട്ട് ചണ്ടിയോടെ ഇട്ടത്. അത് കടപ്പുറത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടില് കടപ്പുറത്ത് സീന് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അറിയാണ്ട് എന്റെ കാല് മീൻസ് തിരമാല വന്നിട്ട് മെഴുകി എന്നെ. അല്ല, എൻ്റെ കയ്യിൽ പിന്നെ വേറെ 2-3 ഷൂ ഉണ്ടാവും ലൊക്കേഷനിലേക്ക്.
അപ്പോൾ ഈ സാധനം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബാഗിൽ എന്നിട്ട് വേറൊരു കവറിൽ പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ചതാ. വീടെത്തിയപ്പോഴാണ് ഞാൻ ഓർമ്മ വരുന്നത്. അത് പുറത്തെടുത്ത് ഉണങ്ങാൻ വെച്ചത്. അത് ഉറപ്പല്ലേ, പട്ടിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ കാലം കണ്ടാൽ ഇനിയിപ്പോൾ ഇതൊന്നിനും കൊള്ളാത്ത അവസ്ഥയാക്കി വെളുത്ത ഷൂവിനെ മഞ്ഞ കളറാക്കിയേക്കുന്നു. പുല്ല്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല കഴുകി വെക്കണമായിരുന്നു. ഇത് കഴുകാണ്ട് അതിനെ ഉണങ്ങാൻ വെച്ചതാണ് ഈ പണി കിട്ടിയത്. ഹലോ ആ മിററാ താ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മോണിറ്റൈസേഷന് സെറ്റായ ഉടനെ നമ്മുടെ വർക്ക് വരും. റൂഹ് എന്നാണ് വർക്കിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ റൂഹ് കാണുക, സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ചാനലിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് എനിക്ക് വേണം. ഇതെന്താ തെങ്ങിൻ്റെ കളറുള്ള നീല കളറായ അപ്പോൾ നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് എനിക്ക് തരണേ. കാരണം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അതിന് മുമ്പൊരു ആൽബം റിലീസ് ആവുന്നുണ്ട്. അലിമാങ്ങാട് ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പെരുന്നാളിനോ അതിന് തൊട്ട് മുമ്പോ ആയിട്ട്. അത് കഴിഞ്ഞ പാട് എൻ്റെ ഈ വർക്കിൻ്റെ റിലീസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളാൽ പറ്റുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇത് കാണുന്ന 1000 പേരിൽ അവസാനം വരെ കാണുന്ന എത്ര പേരെന്ന് എനിക്കറിയില്ല. കാണുന്ന നിങ്ങൾ ആ വർക്ക് വന്നാൽ എൻ്റെ ചാനലുള്ള റൂഹ് അത് വന്നു കഴിഞ്ഞാൽ പടച്ചോനെ ഓർത്തിട്ട് ഒരു സ്റ്റാറ്റസ് ഒന്ന് കട്ടക്ക് കൂടെ. ആ പാട്ട് എത്രത്തോളം രസമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളൊന്ന് കൂടെ നിൽക്കണം, നിന്നേ പറ്റൂ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ നിർത്താണ്. ഇവിടെ ഉണ്ടോ? പോയിട്ടില്ല. അത് വെച്ചോ, ഞാൻ എടുക്കാം. അതവിടെ വെച്ചോ. അതൊരു അത് പപ്പാൻ്റെത്, പപ്പാക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തത്. അതൊരു മിററാട്ടോ. അത് നാളെ ഷൂട്ടിന് ഒരാവശ്യമുണ്ട്. അപ്പോൾ സീൻ എന്തെന്നറിയാം. യെസ്, അപ്പോൾ നിങ്ങൾ മാക്സിമം കേൾക്കുക. എൻ്റെ വ്ളോഗുകൾ ഇനിയും ഇതുപോലത്തെ വ്ളോഗുകൾ, അതല്ലാത്ത വ്ളോഗുകൾ എല്ലാമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് വരാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. നിങ്ങളുടെ കുറച്ച് പേരാണെങ്കിലും കുറച്ച് പേര് എനിക്ക് കിട്ടുന്ന ഈ സപ്പോർട്ടിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒന്നേന്നല്ലേ നമുക്ക് തുടങ്ങി 1000 ആക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചുരുക്കമുള്ള വ്യൂസിൽ നിന്നും ഞാൻ ഇനിയും ഉയർന്നു വരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പല രീതിയിലും നടത്തുന്നുണ്ട്. പലത് പാളും. കാരണം ചാലഞ്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് പറയുമെങ്കിലും ചാലഞ്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ചാലഞ്ച് വീഡിയോക്കൊന്നും അത്ര വ്യൂവേഴ്സ് ഇല്ല. കാരണം അതങ്ങനെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യമായിട്ട് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണാൻ വരുന്നവർ മൊത്തം എൻ്റെ ഡേ ഇൻ ലൈഫ് അത് കാണാം. കാരണം എൻ്റെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന സംഭവങ്ങളിലേക്കാണ് കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പിന്നെ ചാലഞ്ചൊക്കെ സൈഡാക്കിയത്. ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊതുവേദികളിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് പല ചാലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം, കുടുംബക്കാരൊക്കെ ആഡ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാ ഞാൻ കുറേ ലാഗ് അടിപ്പിക്കുന്നില്ല ഗൈസ്, ഞാൻ നിർത്തുവാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ട് കട്ടക്കൂടെ നിൽക്കണേ മകളെ. പറയട്ടെ സുലായി.